നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപ്പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. ഇപ്പോൾ തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ്. നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇപ്പോഴത്തെ തന്റെ പുതിയ ചിത്രമായ തങ്കമണിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. തന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നതിനു ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരാമെന്നാണ് താൻ കരുതിയിരുന്നതെന്ന് ദിലീപ് പറയുന്നത്. 4 വർഷമായി താൻ സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. ഞാൻ പ്രേമലു വരെയുള്ള സിനിമകൾ കണ്ടു, ഭ്രമയുഗമൊക്കെ ഇനി കാണണം. തിയേറ്ററിന്റെ ഭാഗമായത് കൊണ്ട് തന്നെ ഒരു ഷോയിലും എന്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട്. നമ്മൾ അത്രയും ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. തിയേറ്ററിലേക്ക് ജനങ്ങൾ വരുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. എല്ലാ പടങ്ങളും നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. കോവിഡിന്റെ സമയത്ത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. അതിനുശേഷം 2 വർഷം ഞാൻ സിനിമയെ ചെയ്തിട്ടില്ല. എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ, എല്ലാം തീർന്നിട്ടാവാം എന്ന് പറഞ്ഞിരുന്നിട്ട് തീരണില്ല. എന്നാൽ പിന്നെ സിനിമയിലേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിച്ചു. ഒരു 4 വർഷമായി സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കമ്മിറ്റഡായി കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സംവിധായകനെ കൊടുക്കുന്ന വാക്ക് എന്നൊരു സംവിധാനമുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ പുതിയ ആൾക്കാർ പുതിയതായിട്ട് എന്ത് കൊണ്ടുവരുന്നു നോക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ ദിലീപ് എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഏത് സീരിയസ് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ നർമ്മത്തിൽ കൂടിയൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കുന്ന രംഗങ്ങൾ അതിലെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ദിലീപ് പറയുന്നത്. ഉടൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന തങ്കമണി എന്ന ചിത്രവും നടന്റേതായി പുറത്തെത്താനുണ്ട്. മാർച്ച് 7-നാണ് ചിത്രം വേൾഡ് വൈഡായി തിയേറ്ററുകളിൽ എത്തുന്നത്. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ RB ചൗധരിയും ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മധുരയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. കേരള മനസാക്ഷിയെ നടുക്കിയ ഇടുക്കി തങ്കമണി സംഭവത്തിന്റെ 37ാമത് വാർഷിക ദിനത്തിലായിരുന്നു ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടത്. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിലീപ് ചിത്രമാണ് തങ്കമണി. ചരിത്ര സംഭവവുമായി എത്രമാത്രം ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതും പ്രേക്ഷകരുടെ ഒരു കാത്തിരിപ്പിന് കാരണമാണ്. അതേസമയം മലയാള സിനിമയിൽ ഈ വർഷത്തെ ഫെബ്രുവരി ഹിറ്റുകളുടെ മാസമാണ്. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത പ്രേമലു 72 കോടി നേടി ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ്. പിന്നാലെ ഭ്രമയുഗം 50 കോടി കടന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും 50 കോടിയിലേക്ക് കുതിക്കുകയാണ്. ദിവസങ്ങൾ കൊണ്ട് തന്നെ മഞ്ഞുമൽ ബോയ്സ് ചിത്രവും ഗംഭീര കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്നും നേടുന്നത്. You're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.